അമ്മേ അമ്മേ രാത്രിയിൽ കുരിശും വരപ്പിച്ച് കിടത്തി ഉറക്കിയ 9 വയസ്സുകാരൻ കൊച്ച് കിടന്നുറങ്ങുന്ന ഇടത്ത് നിന്ന് കരയുന്നത് കേട്ട് അമ്മ ഓടിച്ചെന്നു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ വലിയൊരു ചങ്ങലയും പിടിച്ച് നിൽക്കുകയാണ്. അമ്മ ചോദിച്ചു, ഇതെന്നാ മോനെ കാണിക്കുന്നേ? ആ കുഞ്ഞിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അമ്മ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഈശോയുടെ ഒരു രൂപം ഇങ്ങനെ കണ്ടു. ഒരുപാട് പേര് ഈശോയെ അടിച്ചേക്കുക, ദേഹത്ത് മുഴുവൻ മുറിവുകളാണ്. ഈശോ വലിയൊരു ചങ്ങല കൊണ്ട് അടിയേറ്റ് വാങ്ങുകയാണ്. അപ്പം ഞാൻ കരുതി എൻ്റെ ഈശോ നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ വേദനയേറ്റത്. അപ്പോൾ ഈ ചങ്ങല കൊണ്ട് അടിച്ചു കഴിയുമ്പം ഈശോ വേദനയേറ്റ് രക്ഷിക്കാൻ നോക്കിയ പാപികളെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമല്ലോ. ഇത് ഒരു വിശുദ്ധൻ്റെ ജീവിതമാണ്. ഒരു കുഞ്ഞു വിശുദ്ധൻ അല്ല, വലിയ വിശുദ്ധൻ്റെ ജീവിത കഥയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പാദ്രേ പിയോയെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ്, പട്ടസ്വീകരണത്തിന് മുൻപ് അച്ഛൻ ദൈവശാസ്ത്രം പഠിച്ചിരുന്നത് റോമിലാണ്. അപ്പോൾ ഒരു മാസത്തെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അച്ഛൻ അവിടെ സാൻ ജോവാനി റത്തോന്തോ പാദ്രേ പിയോയുടെ ഭൗതിക ശരീരം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാനിടയായി. വരുന്നവരും പോകുന്നവരുമെല്ലാം ഒരു പ്രത്യേക നിർവൃതിയുമായിട്ടാണ് അവിടെ ആയിരുന്നത്. പല കുഞ്ഞുങ്ങൾക്കും വരുമ്പോൾ അച്ഛൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇനീഷ്യൽ പേരിൻ്റെ 2ാം ഭാഗം പിയോ, പിയ, പിയോ എന്നൊക്കെയാണ്. അപ്പോൾ ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഈ പേരിൻ്റെ 2ാം ഭാഗം പിയോ എന്നൊക്കെ ചേർക്കുന്നത്? അപ്പോൾ അവരെല്ലാം പറഞ്ഞ മറുപടി ഇതാണ്, ഈ വിശുദ്ധനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച കുഞ്ഞാണിത്. ഇന്ന് ഇറ്റലിയിൽ ഏറ്റവും അധികം തീർത്ഥാടകർ സന്ദർശിക്കുന്ന ആലയം വിശുദ്ധ പാദ്രേ പിയോയുടെ സാൻ ജോവാനി ദെല്ല റൊത്തോന്തോയിലെ ആലയവും ഭൗതിക ശരീരവും അവിടുത്തെ പ്രദേശവുമൊക്കെയാണ്. ഫോജ എന്ന നഗരത്തിനോട് ചേർന്നാണ് ഈ സാൻ ജോവാനി റൊത്തോന്തോ എന്ന കൊച്ചു ഗ്രാമം. 1887 മെയ് മാസം 25-ാം തീയതി ഒരു കൊച്ചു കുടുംബത്തിൽ കുഞ്ഞ് വന്നു പിറന്നു. അവൻ്റെ പേര് ഫ്രാൻസെസ്കോ ഫോർജിയോ എന്നായിരുന്നു. അമ്മയ്ക്ക് ഫ്രാൻസിസ് പുണ്യവാളനെ ഏറെ ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞിന് ഫ്രാൻസിസ് എന്ന പേര് നൽകിയത്. ചെറുപ്പം മുതൽ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഈ കുഞ്ഞിനെ അമ്മ വളർത്തിക്കൊണ്ടുവന്നു. ഏകദേശം 6 വയസ്സ് തൊട്ട് തന്നെ കുഞ്ഞിന് ഈശോയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന ആഗ്രഹം ഉടലെടുക്കാൻ തുടങ്ങി. കമീല്ലോ എന്ന് പറയുന്ന ഒരു ബ്രദർ ഇടയ്ക്കിടെ അവരുടെ ഭവനത്തിൽ വരുമായിരുന്നു. അടുത്തുണ്ടായിരുന്ന ഫ്രാൻസിസ്കൻ ഭവനത്തിൽ നിന്നും യാചിക്കുവാനാണ് അദ്ദേഹം കടന്നു വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കറുത്ത കുപ്പായവും സ്നേഹത്തോടുള്ള സംഭാഷണവും വലിയ നീളൻ വെളുത്ത താടിയും ഈ കുഞ്ഞിനെ ഏറെ ആകർഷിച്ചു. അങ്ങനെ 16-ാം വയസ്സിൽ തന്നെ അദ്ദേഹം സെമിനാരിയിൽ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരി സന്തോഷമായിരുന്നു, ഏറെ സഹിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. കാരണം എല്ലാം അദ്ദേഹം തമ്പുരാൻ തന്നതാണ് എന്ന ആനന്ദത്തോടുകൂടെ സ്വീകരിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രേ പിയോ, പാദ്രേ എന്ന വാക്കിൻ്റെ അർത്ഥം അച്ഛൻ, പിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്തിയുള്ളവൻ. ആ പേര് അദ്ദേഹം സ്വീകരിച്ചത് എത്ര അർത്ഥസമ്പുഷ്ടമാണ്. പ്രാർത്ഥിക്കുന്ന ഭക്തനായ വൈദികൻ, ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കുന്ന ഭക്തനായ വൈദികനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തൻ്റെ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത് 1910 ആഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. ഈ ആഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്ന് വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാളാണ്. സഭയിലെ ആദ്യത്തെ 7 ഡീക്കന്മാർ, ആ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരാളായിരുന്നു വിശുദ്ധ ലോറൻസ്. ഒരിക്കൽ ഗവർണർ ദേവാലയത്തിലേക്ക് വലിയൊരു കൂട്ടം സൈനികരെ അയച്ചിട്ട് പറഞ്ഞു, ദേവാലയത്തിലെ പണവും സമ്പത്തുമെല്ലാം ഞങ്ങൾക്ക് വേണം. അകത്തേക്ക് ലോറൻസ് കടന്നുപോയി. തിരികെ വന്നപ്പോൾ ഒരു വലിയ ഗണം പാവപ്പെട്ടവരും യാചകരും ഉണ്ടായിരുന്നു. സഭയുടെ സമ്പത്തെല്ലാം ഇതിനകം തന്നെ ലോറൻസ് ദാനം ചെയ്തിരുന്നു. വിളിച്ചു പറഞ്ഞു, ഇവരാണ് സഭയുടെ സമ്പത്ത്, ഇവരെ മാത്രമേ എനിക്ക് തരാനുള്ളൂ. കോപാക്രാന്തരായ സൈന്യം ഗവർണർ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. അടുത്ത ആവശ്യം, ഈശോ എന്ന നാമം നീ ഇനി ഉരുവിടാൻ പാടില്ല, ഈശോയെ ഉപേക്ഷിക്കണം, എങ്കിൽ നിന്നെ വെറുതെ വിടാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഈശോ അല്ലാതെ വേറെ ആരാണ് എനിക്കുള്ളത്. വലിയൊരു ചട്ടുകം കൊണ്ടുവയ്ക്കപ്പെട്ടു, അതിനിടയിൽ തീ കൊളുത്തി, എണ്ണ തൂകപ്പെട്ടു. അതിനുശേഷം ഈ വിശുദ്ധനെ അവിടെ കിടത്തി. വലിയ തീ, വേദന അനുഭവിക്കുന്ന തരത്തിലുള്ള അത്ര മാരകമായ തീയിലേക്ക് കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോഴും ഈ വിശുദ്ധൻ ചിരിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുക, സൃഷ്ടികളെ സ്തുതി പാടുവിൻ എന്നൊക്കെ സുന്ദരമായിട്ട് തമ്പുരാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞു, കുറച്ചുകൂടെ ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ വിശുദ്ധൻ പറഞ്ഞു, അല്ലയോ ഗവർണർ, അല്ലയോ സൈനികരെ,
എൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു, എന്നെ ഇനി മറിച്ച് കിടത്ത്. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസമാണ് പാദ്രെ പിയോ തൻ്റെ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചത്. എത്ര മനോഹരമായ ദിവസം! ആ പൗരോഹിത്യ ജീവിതവും ഈ വിശുദ്ധൻ്റെ ജീവിതത്തോട് ഏറെ സാമ്യമുള്ളതായിരുന്നു. ഒരിക്കൽ ഒരു ദിവസം അദ്ദേഹം കുമ്പസാരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു യുവാവ് വന്ന് പ്രാർത്ഥിക്കുവാനിരുന്നു. വന്നു കുമ്പസാരമൊക്കെ ആരംഭിച്ചു, ഒരുപാട് കാര്യങ്ങൾ കുമ്പസാരിച്ചു. അതിനുശേഷം ഈ പാദ്രെ പിയോ ഈ മനുഷ്യനോട് ചില കാര്യങ്ങളൊക്കെ സഭയുടെ വിശ്വാസം, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനവും എല്ലാം ചേർത്ത് വെച്ച് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഈ സഹോദരൻ, ഈ യുവാവ് മറുതലിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലും സഭയെ ദൂഷിച്ച് പറയുന്നു, പരിശുദ്ധ അമ്മയെ ദൂഷിച്ച് പറയുന്നു, അതുപോലെ പൗരോഹിത്യത്തെ ദൂഷിച്ച് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളിപ്പറയുന്നു. എന്തോ സംശയം തോന്നി. പെട്ടെന്ന് പാദ്രെ പിയോ വിളിച്ചു പറഞ്ഞു, കർത്താവ് നീണാൽ വാഴട്ടെ, യേശു ക്രിസ്തു നീണാൽ വാഴട്ടെ, പരിശുദ്ധ മറിയം നീണാൽ വാഴട്ടെ. പെട്ടെന്ന് കുമ്പസാരക്കൂടിൻ്റെ മറുവശത്ത് ഒരു തീഗോളം പ്രത്യക്ഷമായി. ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ദുർഗന്ധം അവിടെ നിന്ന് പുറപ്പെട്ടു. അത് പിശാച് പാദ്രെ പിയോയെ പരീക്ഷിക്കുവാൻ കടന്നു വന്നതായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ പാദ്രെ പിയോ മുറിയിലൊരു മുട്ട് കേട്ടു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആശ്രമത്തിൻ്റെ അധ്യക്ഷൻ, ആശ്രമത്തിൻ്റെ സുപ്പീരിയർ വന്ന് നിൽക്കുകയാണ്. സുപ്പീരിയർ വന്ന് പാദ്രെ പിയോട് പറയുകയാണ്, പാദ്രെ പിയോ, താങ്കൾ ഒത്തിരിയേറെ ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ട്, താങ്കൾ ഒത്തിരിയേറെ വേദനകൾ, പീഡനങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ട്, ചങ്ങല വെച്ച് അടിക്കുന്നു, ചാട്ടവാറടി ഏൽക്കുന്നു, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ. ഇത് ഇന്ന് ഇവിടെ നിർത്തണം. ഇനി പീഡനങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല, അനുസരിക്കണമല്ലോ, കാരണം സുപ്പീരിയറാണ് വന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പാദ്രെ പിയോയ്ക്ക് എന്തോ ഒരു സംശയം. പാദ്രെ പിയോ പറഞ്ഞു, ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ, അങ്ങ് പറയുന്നത് പോലെ തന്നെ അനുസരിക്കാം. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ മുൻപിൽ വെച്ച് അങ്ങൊന്ന് കുരിശ് വരയ്ക്കണം, നമുക്കൊരുമിച്ച് കുരിശ് വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ എന്ന് വരയ്ക്കുവാൻ ചൊല്ലിത്തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് ആ രൂപം അവിടെ നിന്ന് ഒരു കറുത്ത രൂപമായി മാറി, അപ്രത്യക്ഷമായി. ഇതുപോലെയുള്ള പ്രലോഭനങ്ങൾ രാത്രിയിൽ പാദ്രെ പിയോയുടെ മുറിയിൽ നിന്നും ബഹളം കേൾക്കുമായിരുന്നത്രേ. പിശാച് വന്ന് അദ്ദേഹത്തെ അത്രമാത്രം പീഡിപ്പിക്കുമായിരുന്നു. എന്നിട്ടും തളർന്നിട്ടില്ല. ഇതാണ് ഈ വിശുദ്ധൻ്റെ ചരിത്രം. ഒരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധൻ്റെ കുർബാന പോലും വിലക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുർബാന അർപ്പണ രീതി ഏറെ പ്രസിദ്ധമാണ്. 5 മണിക്ക് കുർബാന അർപ്പിക്കണമെന്ന് കരുതുക, ഇദ്ദേഹം 1 മണിക്ക് തന്നെ എഴുന്നേക്കും. 1 മണിക്ക് എഴുന്നേറ്റിട്ട് വ്യഗ്രചിത്തനാണ്. കുർബാന അർപ്പിക്കണമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമല്ലോ, പ്രാർത്ഥിക്കണമല്ലോ, ഒരുങ്ങണമല്ലോ, ഞാൻ ഉറങ്ങിപ്പോകുമോ എന്നൊക്കെ കരുതി 1 മണി മുതൽ അദ്ദേഹം എഴുന്നേക്കും, ഒരുങ്ങും. 3 മണി തൊട്ട് കൊന്ത ചെല്ലാൻ തുടങ്ങും. 5 മണിക്കുള്ള ദിവ്യബലിക്ക് വേണ്ടി ഇത്ര മനോഹരമായിട്ട് ഒരുങ്ങും. വൈകുന്നേരമാണെങ്കിൽ കുർബാന അർപ്പണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. വൈകിട്ട് 9 മണി മുതൽ ഇത്ര മനോഹരമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുങ്ങുമായിരുന്നു. പ്രഭാതത്തിൽ 5 മണിക്ക് ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണം അവസാനിച്ചിരുന്നത് 8 മണിക്കാണ്. ഈശോയുടെ വാഴ്വിൻ്റെ സമയത്ത് തിരുശരീരം കൈകളിലെടുത്ത് അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബലിയർപ്പണത്തിൽ പങ്കുചേരാൻ വേണ്ടി 30,000 പേർ വരെ പങ്കെടുത്തിരുന്നു എന്നാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഇത്ര സുന്ദരമായിട്ട് വിശുദ്ധ കുർബാന ഈശോയെ സ്നേഹിച്ചിരുന്ന മറ്റൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതായിരുന്നു വിശുദ്ധ പാദ്രെ പിയോ, അച്ഛൻ ഭക്തൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. വിശുദ്ധ പാദ്രെ പിയോ വിശുദ്ധമായ കാര്യങ്ങൾ, ഈശോയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം എത്ര മഹത്വത്തോടെ പവിത്രതയോടെയാണ് ചെയ്തിരുന്നത്. 18 മണിക്കൂർ കുമ്പസാരക്കൂട്ടിൽ ദിവസവും അദ്ദേഹം ചിലവഴിച്ചിരുന്നു എന്നതാണ് കണക്ക്. ഏകദേശം 40 ജപമാലകൾ അദ്ദേഹം ഒരു ദിവസം ചൊല്ലുമായിരുന്നു. ഒരിക്കൽ ഒരു വ്യക്തിക്ക് ഒരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ പാദ്രെ പിയോ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പാദ്രെ പിയോയുടെ ആശ്രമത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിക്കാണ് ദർശനമുണ്ടായത്. പാദ്രെ പിയോ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും എന്തോ വലയം ചെയ്തിരിക്കുന്നു. ആ വലയത്തിന് ചുറ്റും പിശാചുക്കൾ കോപാക്രാന്തരായി പാദ്രെ പിയോ ഉപദ്രവിക്കുവാനായിട്ട് ഓടി നടക്കുകയാണ്. വലയം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ഈ മനുഷ്യൻ ഇദ്ദേഹം ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ചുറ്റും ജപമാല ചരടുകളായിരുന്നു. ദിവസം 40 ജപമാല ചൊല്ലി അദ്ദേഹം സംരക്ഷണം ഏറ്റെടുത്തിരുന്നു. 1916 മുതൽ സാൻ ജോവാനി റൊത്തോന്തോ എന്ന് പറയുന്ന ആശ്രമത്തിലായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത്. 1918 സെപ്റ്റംബർ മാസം 20-ാം തീയതി വിശുദ്ധ ബലിയർപ്പണത്തിന് ശേഷം അദ്ദേഹം തമ്പുരാന് നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ
പ്രകാശം ആ ഭവനത്തിലാകെ അലയടിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കൈകളിൽ, ശരീരത്തിൽ പഞ്ചക്ഷതം ദൃശ്യമായി. ഇതാണ് ചരിത്രം. പലരും അദ്ദേഹത്തെ സംശയിച്ചിരുന്നു. ഇദ്ദേഹം കള്ളനാണ്, നുണയനാണ്, കയ്യിൽ പാട് വരുത്തിയതാണ്, ശരീരത്തിൽ പാട് വരുത്തുന്നതാണ് എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ സംസാരങ്ങൾ പോലും സഹനം എന്ന രീതിയിൽ ആനന്ദത്തോടെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഒരിക്കൽ ഒരു മെത്രാൻ 10-ാം പിയൂസ് മാർപ്പാപ്പ, അന്നത്തെ മാർപ്പാപ്പ 10-ാം പിയൂസ് മാർപ്പാപ്പയായിരുന്നു, 10-ാം പിയൂസ് മാർപ്പാപ്പയുമായി വലിയൊരു വാഗ്വാദത്തിലേർപ്പെട്ടു. വലിയൊരു വാഗ്വാദം തന്നെ. പാദ്രേ പിയോയെ സംബന്ധിച്ചുള്ളതായിരുന്നു ആ വാഗ്വാദം. ഈ മെത്രാൻ പറഞ്ഞു, പാദ്രേ പിയോ ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം വിശുദ്ധനാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തൊക്കെയോ സംശയങ്ങൾ എനിക്കുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു, ഒരു കാര്യം ചെയ്, അങ്ങ് ചെന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങ് ചെന്ന് കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ ഈ മെത്രാൻ വാഹനത്തിൽ കയറി, തീവണ്ടിയിൽ കയറി അവിടേക്ക് യാത്ര തിരിച്ചു. അവിടേക്ക് യാത്ര തിരിച്ച് തീവണ്ടി ആപ്പീസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ 2 ബ്രദറുമാർ അദ്ദേഹത്തെ, 2 സന്യാസികൾ അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പാദ്രേ പിയോ പറഞ്ഞു വിട്ടതാണ് എന്നതായിരുന്നു ഭാഷ്യം. ഇത് കേട്ട മെത്രാൻ ഞെട്ടി. കാരണം മാർപ്പാപ്പയ്ക്കും തനിക്കും മാത്രം അറിയാമായിരുന്ന ഈ കാര്യം എങ്ങനെ പാദ്രേ പിയോ അറിഞ്ഞു? ആ സന്യാസിമാരോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സംശയമെല്ലാം മാറി, ഞാൻ മടങ്ങിപ്പോവുകയാണ്. പാദ്രേ പിയോയെ സന്ദർശിക്കുക പോലും ചെയ്യാതെ അവിശുദ്ധി മനസ്സിലാക്കി ആ മെത്രാൻ, ബിഷപ്പ് തിരികെ പോയി എന്ന് ചരിത്രം. വിശുദ്ധനായ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ ജീവിത കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതുപോലെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിച്ചിരുന്നു എന്നൊരു ചരിത്രമുണ്ട്. സാൻ ജോവാനി റൊത്തോന്തോയിലെ അദ്ദേഹത്തിൻ്റെ പൂജ ശരീരം ആദ്യം സൂക്ഷിക്കപ്പെട്ട ഇടത്ത് പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കടന്നു വന്ന് സന്ദർശകരുടെ രജിസ്റ്ററിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധനായ പാദ്രേ പിയോ ജീവിത കാലഘട്ടത്തിൽ തന്നെ ലോകം അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിക്കുമായിരുന്നു. 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ നിന്നും യുദ്ധക്കോപ്പുകളുമായി വിമാനങ്ങൾ ഇറ്റലിയുടെ മുകളിലൂടെ പറന്നു പോകുമായിരുന്നു. അന്ന് ഒരു ദിവസം ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഒരു സന്യാസി അവരുടെ മുൻപിൽ കൈ കാണിച്ച് നിൽക്കുന്നു, പ്രാർത്ഥിച്ചു നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, മാറിപ്പോവുക. അവർ പെട്ടെന്ന് ഭയപ്പെട്ട് വഴിമാറിപ്പോയി. പിന്നീട് ഇതേതാണ് സ്ഥലം എന്ന് കണ്ടെത്തുവാനായി അവർ മടങ്ങി വന്നു. അത് സാൻ ജോവാനി റൊത്തോന്തോ ആയിരുന്നു. ആ പ്രത്യക്ഷപ്പെട്ട സന്യാസി വിശുദ്ധ പാദ്രേ പിയോയായിരുന്നു. ആ ദിവസങ്ങളിൽ അദ്ദേഹം 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഒഴിവായി പോകുവാനായിട്ട് മുട്ടിപ്പായിട്ട് അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രേ പിയോ മുട്ടുകുത്തി കരം വിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മണിക്കൂറുകൾ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഭക്ഷണ രീതി എന്ന് പറയുക, അന്ന് ഏറ്റവും വില കുറഞ്ഞ വസ്തു കോളിഫ്ലവർ ആയിരുന്നു. അതും നാരങ്ങാനീര് മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത്. ഒരു പ്രായശ്ചിത്തം എന്നോണം അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. 3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും കാണാമായിരുന്നു: പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. ഇത് 3ഉം അദ്ദേഹം തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമായിരുന്നു. ഒരു ദിവസം ഒരു യുവാവുമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥനയായിരുന്നു വിഷയം. പെട്ടെന്ന് അദ്ദേഹം മുട്ടുകുത്തി, വാ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ യുവാവ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പിതാവെ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം മുട്ടുകുത്തി, യുവാവും മുട്ടുകുത്തി. അവർ ഇംഗ്ലണ്ടിൻ്റെ രാജാവിന്, അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രാജാവാണ്, ഇംഗ്ലണ്ടിൻ്റെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്നും വൈകുന്നേരം പത്രക്കുറിപ്പിറങ്ങി, ഇംഗ്ലണ്ടിൻ്റെ രാജാവ് മരണപ്പെട്ടിരിക്കുന്നു. പരഹൃദയ ജ്ഞാനം, അതുപോലെ ഒരേ സമയത്ത് 2ഇടത്ത് പ്രത്യക്ഷപ്പെടാനുള്ള കഴിവ്, ബൈലൊക്കേഷൻ, പഞ്ചക്ഷതം, വിശുദ്ധിയുടെ നറുമണം, ഇതെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായം 29-ാം വാക്യം ദാവീദ് രാജാവ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. എത്ര സുന്ദരമായ ജീവിതമായിരുന്നു വിശുദ്ധ പാദ്രേ പിയോയുടേത്. സഹനങ്ങൾ കുറവായിരുന്നില്ല. സ്വന്തം ആശ്രമത്തിൽ നിന്ന് പോലും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഏറെ വേദനകൾ സഹിച്ചിട്ടുണ്ട്. 3 വർഷം അദ്ദേഹത്തെ അധികാരികൾ പൊതു കുർബാനയിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അച്ഛൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ താമസിച്ചിരുന്നത് 4-ാം നമ്പർ മുറിയിലായിരുന്നു. അദ്ദേഹം
ജീവിത കാലഘട്ടത്തിൽ താമസിച്ചിരുന്നത് 5-ാം നമ്പർ മുറിയിലാണ്. എംബാം എന്ന പ്രക്രിയ ഉപയോഗിച്ചാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പൂജ്യ ശരീരം കേടുപാടുകളൊന്നും കൂടാതെ അവിടെ സാൻ ജോവാനി റത്തോന്തോയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ആന്തരിക അവയവങ്ങളെല്ലാം എടുത്തു മാറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇന്നും അഴുകാതെ എടുത്തു മാറ്റി അദ്ദേഹം താമസിച്ചിരുന്ന ആ മുറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ചാപ്പലിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രഭയാണ്. 1968 സെപ്റ്റംബർ മാസം 22-ാം തീയതി അദ്ദേഹം അവസാനമായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം വിശുദ്ധ കുർബാന അദ്ദേഹം അർപ്പിച്ചു. 1968 സെപ്റ്റംബർ മാസം 23-ാം തീയതി അദ്ദേഹം നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പറന്നു കയറി. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധൻ്റെ ജീവിതം നമുക്കെല്ലാം മാതൃകയാകണം. ഒരിക്കൽ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പുണ്യാളൻ്റെ മുൻപിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, അല്ലയോ ജോൺ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ. എത്രമാത്രം കാര്യങ്ങളാണ് നീ എനിക്ക് വേണ്ടി സഹിക്കുന്നത്. ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? യോഹന്നാൻ ക്രൂസ് പുണ്യാളൻ്റെ മറുപടി ഇതായിരുന്നു: അങ്ങയെ പ്രതി കൂടുതൽ തിരസ്കരിക്കപ്പെടാനും അങ്ങയെ പ്രതി മരിക്കുവാനും അങ്ങയുടെ തിരുമുറിവുകളിൽ ഒരു തിരുമുറിവ് എനിക്ക് സ്വീകരിക്കുവാനും കഴിയണം. ജീവിതം മുഴുവൻ സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രേ പിയോയുടെ ജീവിതം ഇത് തന്നെയായിരുന്നു. സഹിക്കുവാനുള്ളൊരു ജീവിതമായിരുന്നു. അതാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 2:20 ആ വചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ഈ വിശുദ്ധൻ്റെ ജീവിതം മുഴുവനും. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആര് നമ്മെ വേർപെടുത്തും? പീഡനമോ ക്ലേശമോ ആപത്തോ പട്ടിണിയോ വാളോ? റോമാലേഖനം 8:35. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. വേദനകളുണ്ടായപ്പോഴും അസ്വസ്ഥതകളുണ്ടായപ്പോഴും എല്ലാം ആനന്ദത്തോടെ ഏറ്റെടുത്തു. ആശ്രമത്തിൽ വെച്ച് പോലും, സ്വന്തം ആശ്രമത്തിൽ വെച്ച് പോലും അദ്ദേഹം ഒറ്റപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും തളർന്നില്ല. എപ്പോഴും എൻ്റെ ദൈവത്തിന് വേണ്ടി, എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അദ്ദേഹം പ്രത്യാശ വെച്ചു. അതുകൊണ്ടാണ് തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അഴിഞ്ഞു പോകാൻ അനുവദിക്കാതിരുന്നത്. ഇന്നും നമ്മൾ ജോവാനി റത്തോന്തോയിലേക്ക് പോകുമ്പോൾ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം, പൂജ്യ ശരീരം, ഹൃദയം പറഞ്ഞതുപോലെ മറ്റൊരിടത്താണ് അഴുകാതിരിപ്പുണ്ട്. അച്ഛൻ പറഞ്ഞു, സംശയമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാം. എംബാം എന്ന പ്രക്രിയ കൊണ്ട് ചില വ്യത്യാസങ്ങൾ മുഖത്തൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ കൈകളിലേക്ക് നോക്കുമ്പോൾ കറുത്തിരിക്കുന്ന കൈകൾ, കൃത്യമായിട്ടും അഴുകാതിരിക്കുന്ന കരങ്ങൾ നിങ്ങൾക്ക് കാണാം. കൃത്യമായിട്ടും അത് സത്യമാണ്. അഴുകാതിരിക്കുന്ന പൂജ്യ ശരീരം ഇന്നും പാദ്രേ പിയോടേത് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ജനം ഒഴുകുകയാണ്. നമുക്കും ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. ഇത്ര ദൂരെയാണെങ്കിലും ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുപാടൊന്നും അറിയാത്തൊരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രേ പിയോ. പക്ഷേ അറിയേണ്ട വിശുദ്ധനാണ്. എന്നും അദ്ദേഹത്തോട് മാധ്യസ്ഥ്യം തേടാൻ നമുക്കും കഴിയണം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാം ഒരു മാതൃകയായിട്ട് മുൻപിൽ പ്രകാശിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പാദ്രേ പിയോ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം യാചിക്കണമേ. ആമേൻ.